ഹായ് ഫ്രണ്ട്സ്, എന്നോട് ഒരുപാട് പേര് പേഴ്സണലായിട്ടും അതുപോലെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ബാഗിൻ്റെ അക്സസറീസും കാര്യങ്ങളൊക്കെ ക്ലിപ്പ് അതുപോലെ തന്നെ ചെയിന് അതിൻ്റെ ഓരോ കാര്യങ്ങൾ സിബ് ഒക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്പാർക്ലിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ആ സൈറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ബാഗിൻ്റെ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഇതിൽ കിട്ടും. ഇത് ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള 3 കളേഴ്സിലുള്ള ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെയുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ തുന്നി കഴിഞ്ഞിട്ട് നമ്മൾ ബാഗിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും വരുന്നത് 3 കളേഴ്സിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലച്ച് ഫ്രെയിംസ് ആണുള്ളത്. പേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ള ഇതാണ്. അതിന് നമുക്കൊരു ഹോൾഡറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇത് നമ്മളെ കയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. കയറിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ക്രോഷറ്റിൻ്റെ ഹുക്ക് അവൈലബിൾ ആണ് കേട്ടോ. വലിയ സൈസ് 8 mm സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ഹുക്ക് അവൈലബിൾ ആണ്. 8 mm സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഹുക്ക് സെറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മാർബിൾസ് ടൈപ്പിലുള്ള ബീഡ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ നമ്മൾ ഹാങ്ങിങ് ഒക്കെ ആക്കി ചെയ്യാനൊക്കെ നല്ല ഉപകാരമുള്ള സാധനമാണ്. പിന്നെ നമുക്ക് പ്ലഷിൻ്റെ റിങ് അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കളേഴ്സ് യാൺസും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ബ്രാൻഡിലുള്ള യാൺസും ഡിസൈറിൻ്റെ ബ്രാൻഡിലൊക്കെ ഉള്ള യാൺസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സുള്ള യാൺസും നമുക്ക് ഉണ്ട്. അപ്പോൾ ക്രോഷേൻ്റെ യാൺസും ഹുക്സും ഒക്കെ ഈ ഒരു സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രാപ്പിൻ്റെ ലൂപ്പ് അവൈലബിൾ ആണ് കേട്ടോ. പ്രീമിയം സ്ട്രാപ്പ് ലൂപ്പും അവൈലബിൾ ആണ്. നല്ലൊരു ഭംഗിയാണ്. നമുക്കിങ്ങനെ സ്ട്രാപ്പിൻ്റെ ലൂപ്പ് നമുക്കിതിൽ കീച്ചെയിനൊക്കെ അറ്റാച്ച് ചെയ്തിടാം. പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സിബ് അവൈലബിൾ ആണ്. അതിലിങ്ങനെ ലെതറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ തുന്നിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഹോൾസൊക്കെ ഉണ്ട്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കീ ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇതിൽ അങ്ങനെ ബാഗിൻ്റെ ഹാങ്ങിങ് പോലെ നമുക്ക് ഹാങ്ങിങ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് റിങ് ആണ്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ യാൺസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബാംബൂ ലുക്കിങ്ങിൽ ബാംബൂവിൻ്റെ ഒരു ലുക്ക് വരുന്ന ഒരു 124 mm സൈസ് ഒക്കെ വരുന്ന ഒരു ഹാങ്ങിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഈ ഒരു സ്നാപ്പ് ഹുക്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് സൈസിൽ തന്നെ നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സ്നാപ്പ് ഹുക്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് സൈസിൽ അവൈലബിൾ ആണ്. നമുക്കിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യാൻ സ്ട്രാപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സൈസിലും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിലും വരെ അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് ഫുൾ വരുന്നത് ബ്ലാക്ക് കളേഴ്സിലാണ്. പിന്നെ നമ്മൾ ബാഗിൻ്റെ മുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നമ്മളെ ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാൺസും അവിടെ അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ നമ്മൾ കണ്ടപോലത്തുള്ള ഇതൊക്കെ നമുക്കിങ്ങനെ ബാഗിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് ബാഗിൽ നമുക്ക് ലൈനിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്താണ്. അപ്പോൾ ഇത് ലൈനിങ് ആയി വെക്കുമ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്ത്ത് പോലെ തോന്നും ക്രോഷറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ട്. പിന്നെ ഇതുപോലെ ഈ ഒരു നൂല് വെച്ചിട്ട് നമ്മൾ ക്രോഷറ്റ് ബാഗുകളൊക്കെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് ലെതറിൻ്റെ ബാഗിൻ്റെ ബേസാണ് കേട്ടോ. ബാഗ് ബേസാണ് വരുന്നത്. ഇത് നമുക്കിങ്ങനെ ബാഗ് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഒരുപാട് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ ഒരു ചെറിയ സൈസാണ്. ഇത് ബാഗ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഹോൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഹോൾസിലേക്ക് നമ്മൾ ഹുക്ക് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ചസൊക്കെ ചെയ്ത് എളുപ്പത്തിൽ താഴെ ഭാഗമൊക്കെ നല്ല നീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബട്ടനാണ്. നമുക്ക് മാഗ്നറ്റിക്കിൻ്റെ ബട്ടണും അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാഗ് ബേസ് തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ബാഗിൻ്റെ ബേസ് ചെയ്യാതെ ഈ ഒരു ഭാഗം വാങ്ങിയിട്ട് അപ്പർ പാർട്ടിലേക്ക് മാത്രം നമ്മൾ വർക്ക് ചെയ്തെടുത്താൽ നല്ല ബാഗൊക്കെ നല്ല നീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ അതൊക്കെ നമുക്ക് ബാഗിൻ്റെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് കളറാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സ്ട്രാപ്പും ഹുക്കും അതുപോലെ ഈ ഒരു ഹാൻഡിലൊക്കെ വാങ്ങാം. ഹാൻഡിൽ നമ്മൾ പേഴ്സിൻ്റെ ഹാൻഡിലും ഒക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ഒരു യാൺസ് തന്നെ ഇതാ കണ്ടോ, നമുക്ക് മൾട്ടി കളർ യാൺസ് അവൈലബിൾ ആണ്. ഇത് അതുപോലെ നമ്മളെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു 2-3 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയാണ് ഈ ഒരു ഹാൻഡിലൊക്കെ കാണാൻ. ഈ ഒരു ഹാൻഡിലൊക്കെ നമ്മൾ ബാഗൊക്കെ ചെയ്തെടുക്കാൻ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടും. പിന്നെ അതുപോലെ കട്ടിയുള്ള കോഡ് അവൈലബിൾ ആണ്. പിന്നെ സാധാ നോർമൽ ആയിട്ടുള്ള സിബും അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു സ്ട്രാപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മൾ പേഴ്സ് മുതൽ നമുക്ക് വലിയ സൈസ് വരെ ചെയ്യാൻ പറ്റിയ ബാഗിൻ്റെ ഹാൻഡിൽസ് അവൈലബിൾ ആണ്. അത് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഹാൻഡിലാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് ആ ഹോൾസിലേക്ക് നമുക്ക് ഹുക്ക് ഇട്ടിട്ട് നമ്മളെ വർക്കുകളൊക്കെ ചെയ്തെടുക്കുക. ഇത് പിന്നെ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ ബാഗ് ചെയ്തതിന് ശേഷം ബാഗോ പേഴ്സോ എന്താണ് നമ്മൾ ചെയ്തത് അതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണുള്ളത്. ഇത് പിന്നെ നമ്മൾ ടീഷർട്ട് യാണാണ്, നല്ല ഗ്ലോസി ആയിട്ടുള്ള ടീഷർട്ട് യാണാണ്. പിന്നെ ഇതും ബേസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബേസ് നമുക്ക് ബാഗും ബാസ്ക്കറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പ്ലാസ്റ്റിക് ബേസാണിത്. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് നമ്മളെ സ്ട്രാപ്പ് പേളൊക്കെ വെച്ചിട്ടുള്ള സ്ട്രാപ്പും ഒക്കെ അതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്ട്രാപ്പ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള സ്ട്രാപ്പുകൾ അവൈലബിൾ ആണ്. കണ്ടോ, നമുക്കിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ വേറെ എവിടെ പോയാലും നമുക്ക് ഇത്രയും സൈസിലൊന്നും കിട്ടൂല. ഇത് ഈ ഒരു മോഡൽസും അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വുഡൻ റിംഗ് ആണ് കേട്ടോ. ഇത് വുഡൻ റിംഗ് നമുക്ക് ഒരുപാട് ആൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത് 2.5 ഇഞ്ചാണ് ഈ വുഡൻ റിങ്ങിൻ്റെ ഉള്ളത്. പിന്നെ ഒലിവിയ ബ്രാൻഡിൻ്റെ യാൺസും ഒക്കെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ക്രോഷ്യ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ഒരു ബാഗ് ഉണ്ടാക്കാൻ പറ്റിയൊരു ബേസാണ്. ഈ ഒരു ബേസ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിങ്ങനെ നൂലിട്ടിട്ട് തുന്നി കൊടുത്താൽ നമുക്ക് അടിപൊളി ബാഗൊക്കെ ആക്കി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ബാഗ് നമ്മൾ ഒരുപാട് സൈസിൽ നമുക്ക് ഒരുപാട് മോഡൽസിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു ഓവൽ ഷേപ്പ്, റെക്റ്റാങ്കിൾ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. അതാണ് റൗണ്ട് ഷേപ്പിലൊക്കെ നമ്മൾ കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്യല്ല, അത് നമ്മൾ സാധാ നൂലും സൂചിയും കോർക്കുന്ന പോലെ കോർത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഷേപ്പിലാണ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ ഒരു ക്രോഷ്യ അറിയാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു ബേസ് വാങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇതുണ്ട്. ഈ ഒരു മോഡലിലൊക്കെ നമുക്ക് ഈ ആൺസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ആൺസൊക്കെ ഈ ഒരു വരെ ഫർ യാണാണിത് കേട്ടോ. ഈ ഒരു യാണൊക്കെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റി യാൺസും ഹുക്സും ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രാപ്പിൻ്റെ ഒരു ലോഗാണ് സ്ട്രാപ്പ്. അതുപോലെ തന്നെ ഹാൻഡിൽസും ഒരുപാട് വെറൈറ്റി സ്ട്രാപ്സും ഹാൻഡിൽസും അവൈലബിൾ ആണ്. ഇത് പിന്നെ ക്ലോത്തിൻ്റെ ഒരു ബാഗ് ഫ്ലാപ്പാണ് കേട്ടോ. അത് ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ലോക്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ലോക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫ്ലാപ്പ് വെച്ചിട്ട് നമുക്ക് ബാഗ് ഇപ്പോൾ നോർമൽ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ഫ്ലാപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു കീ ചെയിനാണ്. ആ കീ ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കീ വേണമെങ്കിൽ കീയോ അല്ലെങ്കിൽ ടോയ്സോ ഒക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒറ്റ കീ ചെയിൻമേൽ തന്നെ കീ റിങ്സ് വിത്ത് ലോബ്സ്റ്റർ ആണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. 2 ടോയ് നമുക്ക് തൂക്കിയിടാൻ പറ്റും. പിന്നെ പ്രീമിയം സൈസിലുള്ള സിബാണ് കേട്ടോ. ഈ സിബൊക്കെ നമുക്ക് വേറെ എവിടെയും ലോക്കൽ ഷോപ്പിലൊന്നും പോയാൽ അങ്ങനത്തെ സിബൊന്നും നമുക്ക് കിട്ടൂല. ഇതൊക്കെ നമുക്ക് ബാഗിൽ ഹോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. പിന്നെ വരുന്നത് ആക്രിലിക്കിൻ്റെ ഹാൻഡിൽസ് ആണ് കേട്ടോ. ആക്രിലിക് ഹാൻഡിൽസും അവൈലബിൾ ആണ്. അതും 3 സൈസിലുള്ള ആക്രിലിക് ഹാൻഡിൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോഴും നമുക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നും. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാൻഡിൽസ്
ബീഡ്സ് ആയാലും പിന്നെ സ്ട്രാപ്സ് ആയാലും ഒക്കെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതിൽ തന്നെ അവർ ഓരോ കാര്യങ്ങളും അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട്, പിന്നെ സ്ട്രാപ്പ് നമുക്ക് ബാഗ് ചെയ്യാനായിട്ട് സ്ട്രാപ്പ്, അതിൻ്റെ ഹാൻഡിൽ, പിന്നെ അതിൻ്റെ ഫ്ലാപ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ലൈനിങ് തുണി വരെ നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പം ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും നമ്മൾ പോകണ്ട. ഹുക്ക് മുതൽ ഹുക്ക്, യാണ്, സ്ട്രാപ്പ്, പിന്നെ അതിൻ്റെ ലൈനിങ് എല്ലാം സ്ട്രാപ്പ് തന്നെ നമുക്ക് ചെറിയ സൈസ് മുതൽ ഈ സ്ട്രാപ്പ് കണ്ട്, ഈ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ വരെ അവരിതിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു നോർമൽ സ്ട്രാപ്പിൽ അവർ ഇതുപോലെയുള്ള ക്ലോത്ത് ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ടാണ് സ്കാർഫ് സ്റ്റെയിൻ എന്നാണ് ഇതിന് പറയുക. പിന്നെ ഇത് നമ്മൾ ഒരുപാട് ബാഗ് പോലെ ബോക്സസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാറ്റ് പോലത്തെ ഒരു സാധനമാണ്. അതും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു സാധനം വെച്ചിട്ട് എന്തൊക്കെ മെറ്റീരിയൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാമെന്ന് വരെ അവരതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രിങ്സ്, സ്ട്രാപ്സ്, അതൊക്കെ അത് തന്നെ ഉള്ളൂ. അതിൻ്റെ എല്ലാ വെറൈറ്റി പേൾസിൻ്റെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. പേൾസിൻ്റെ നമ്മൾ പേൾ വെച്ചിട്ട് നമുക്ക് പേൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും. അതല്ല ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പേൾസ് സ്ട്രാപ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ സ്ട്രാപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാവും. ഇത് പിന്നെ വരുന്നത് ബാഗിൻ്റെ ബേസ് ആണ് കേട്ടോ. ഈ ഒരു ബേസ് പിന്നെ ക്രിസ്റ്റൽ പേൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ക്രിസ്റ്റൽ പേൾസ് വെച്ചിട്ട് നമുക്ക് ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ബാഗ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ പേൾസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു സൈറ്റിൽ വന്ന് നോക്കിയാൽ മതി. ഇത് പിന്നെ നമ്മൾ നോർമൽ സ്ട്രാപ്സ് ആണ് കേട്ടോ. നോർമൽ സ്ട്രാപ്പ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നോർമൽ സ്ട്രാപ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ തന്നെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഹോൾസിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ട്രാപ്പ് ബേസ് എന്ന് പറഞ്ഞത് ഓവൽ ബാഗ് ബേസ് ആണ്. ഓവൽ ഷേപ്പിലാണ് ഈ ഒരു ബേസ് വരുന്നത്. അപ്പം പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളാണിത്. ഇതൊക്കെ നമ്മളെ ബാഗിലൊക്കെ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ ഭയങ്കര യുണീക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീൽ ചെയ്യുന്ന ഒരു സാധനങ്ങളാണ് ഇവിടെ അധികം. ഇതിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നമുക്കുണ്ടാവുക. ഇതാണ് നമ്മളിതിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ആയിരിക്കും അതും സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നമുക്ക് ബാഗ് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ബാഗിൻ്റെ ഹാൻഡിലാണിത്. പിന്നെ നമുക്ക് ഒരു കളേഴ്സിലുള്ള ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഒരുപാട് ബീഡ്സ്. ഈ ബീഡ്സൊക്കെ നമുക്ക് വേറെ എവിടെയും പോയി തിരഞ്ഞാൽ നമുക്ക് കിട്ടൂല. പിന്നെ ഇതുപോലെ നമുക്ക് ഫാബ്രിക്കും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഫാബ്രിക്കൊക്കെ നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബേസ് ആക്കി ചെയ്യുമ്പോൾ നല്ല സ്ട്രെങ്ത്തിൽ കിട്ടും. പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഇതിൽ നമ്മൾ ഏതെടുക്കണം എന്നൊരുള്ള കൺഫ്യൂഷനേ നമുക്ക് വരുള്ളൂ. ബ്ലാങ്കറ്റ് യാൺസ് വരെ അവൈലബിൾ ആണ്. ഈ ബ്ലാങ്കറ്റ് യാൺസ് വെച്ചിട്ട് പിന്നെ അതുപോലെ നമുക്ക് ടോയ്സിൻ്റെ ഐസൊക്കെ അവൈലബിൾ ആണ്. പല സൈസിലുള്ള ഐസ് അവൈലബിൾ ആണ്. പിന്നെ യാൺസ് ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഗ്ലോസി ആയിട്ടുള്ള 5mm ഗ്ലോസി പേൾസ് അവൈലബിൾ ആണ്. നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന പേൾസാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ബാഗൊക്കെ ചെയ്യും. പിന്നെ സിബ്ബ് നോക്കുമ്പോൾ നമ്മൾ ഏത് സിബ്ബ് എടുക്കണം, ഏത് ക്ലോത്ത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഇത് കണ്ടോ, നമ്മളെ ഫെദർ വൂളാണ്. ഈ ഫെദർ വൂൾ വെച്ചിട്ടാണ് നമ്മൾ മുകളിൽ കണ്ടിട്ടുള്ള ആ ബാഗൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗിൻ്റെ ഫെദർ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ആ ഒരു ബേസ് വാങ്ങിയിട്ട് നമുക്കിങ്ങനെ വെറുതെ കോർത്ത് കൊടുത്താൽ വരെ നമുക്ക് നല്ല അടിപൊളി ബാഗും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോന്നും വെറൈറ്റി. പിന്നെ ഇത് വരുന്നത് നമുക്ക് പേഴ്സ്, ഡ്രീം ക്യാച്ചറൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ത്രെഡാണ്. ഇത് പിന്നെ താഴോട്ടേക്ക് നോക്കുമ്പോൾ ഓരോ സൈസിലും അവരുടെ ഹാൻഡിലിൻ്റെ ഓരോ സൈസും കാര്യങ്ങളും. ഇത് വുഡിൻ്റെ ഹാൻഡിലാണ്. വുഡിൻ്റെ ഹാൻഡിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ സൈസും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ഇതുണ്ട് ആൽഫബറ്റ്സ്. നമ്മൾ ആൽഫബറ്റ്സ് പേൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ കിച്ചണിൽ തന്നെ നമ്മൾ ഓരോ നെയിംസൊക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ആൽഫബറ്റ് പേൾസ് യൂസ് ചെയ്യുക.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ഈ ഒരു സൈറ്റിൽ കയറിയാൽ നമ്മളൊരു ലോകത്തെത്താൻ അവിടുന്ന് നമ്മൾ ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് കണ്ടോ, ഈ ആ സ്ക്വയറിലുള്ള ഭാഗം മാത്രം ചെയ്തതുണ്ടാവും. പിന്നെ അതിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സിൽ നമുക്ക് ഈ ആൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാഗ്സൊക്കെ ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ഫീലിംഗ് തന്നെയാണിത്. അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്നതാ ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയൂല അത്രയും ഡിഫറെൻറ്റ് സൈസുള്ള ഹാൻഡിൽസ്, പിന്നെ സിബ്സ്, എന്താണോ നമുക്ക് ഈ ബാഗ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. ഈ ക്രോഷ്യ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഇവിടെ വാങ്ങിക്കുന്നൊക്കെ ഉള്ള കൺഫ്യൂഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഇതൊക്കെ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനി കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഇട്ടിട്ടെങ്കിലും നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പിന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ആ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ വീഡിയോസും ഞാൻ എപ്പോഴും ചെയ്യുക, നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന കമൻസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ആ ഒരു ഡ്രസ്സ് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.